ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള നാടൻ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചോറൊന്നും അരയ്ക്കാതെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാദാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലത്തെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം. ഏകദേശം ഒരു 6 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇതിനകത്തുനിന്ന് ഞാനൊരു പകുതി എടുത്ത് ഒന്ന് അരച്ചെടുക്കണം. എല്ലാം കൂടി ഇടുന്നില്ല, കാരണം മിക്സിക്ക് അത് ഓവർലോഡാവും. പകുതി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് വെള്ളം ഒരുപാട് ചേർക്കണ്ട. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നോക്കുവാണ്. പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ആദ്യമേ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതുപോലെ കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ ഒരു 2 തവി മാവ് എടുക്കുവാണ്. 2 തവി അല്ലെങ്കിൽ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ മാവ് വരും. എന്നിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട്, നല്ല തണുത്ത വെള്ളമാണ്, അത് വെച്ചിട്ട് ഈ പാത്രം അതിൻ്റെ മേളിലോട്ട് വെക്കുവാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് ആറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കട്ട വരത്തില്ല. ഒരുപാട് കട്ടയായിട്ട് എടുക്കരുത്, അപ്പോൾ അത് ശരിയാവത്തില്ല. ഈ ഒരു പരുവത്തിൽ വേണം കുറുക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പം ചെറിയ ഒരു ഇളം ചൂടിൽ വേണം അരയ്ക്കാൻ. അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി മാവിലോട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഡ്രൈ ഈസ്റ്റാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഒരു മീഡിയം മധുരത്തിൽ എടുക്കാനാണ് 4 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ ചേർക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ്. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ തിരികിയത് വരും. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരണം. എന്നിട്ട് നമുക്കിതുപോലെ വലിയൊരു പാത്രത്തിലോട്ട് വേണം ഇത് ഒഴിച്ച് വെക്കാൻ. കാരണം ഇത് പൊങ്ങി അല്ലെങ്കിൽ വെളിയിലെല്ലാം കളയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അപ്പത്തിന് അരച്ച് വെക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ വേണം അരച്ച് വെക്കാൻ. ഇനി ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പച്ചരി കുതിർത്ത് വെച്ചതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ബാക്കി അരിയും കൂടെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാറാൻ വെച്ച് കപ്പി കാച്ചിയ മാവും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാൻ മാവ് അരച്ചപ്പോൾ ഇതിൻ്റെ പകുതി വരെ മാവുള്ളൂ. ഇനി ചിലപ്പോൾ ഇത് പുളിച്ച് പോകുമ്പോൾ ഇത് ഫുള്ളായിട്ടിങ്ങ് വരും. എന്നാലും പുറത്ത് കളയത്തില്ല, കാരണം ഈ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് പുറത്ത് കളയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അടപ്പിലെല്ലാം ആയി, എന്നാലും താഴെ വീണിട്ടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കണം. ഇതിങ്ങനെ ഒരുപാട് പൊങ്ങും എന്നുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒരു പാത്രവും കൂടെ വെച്ചാൽ മതി. അഥവാ അപ്പം വീഴുവാണെങ്കിലും അതിനകത്തോട്ടേ വീഴത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മാവ് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ അരച്ച് വെച്ചപ്പോൾ ഉള്ള ആ മാവിൻ്റെ ഇപ്പോഴത്തെ വ്യത്യാസവും കാണാം. ഈ മാവ് പുളിച്ച് പൊങ്ങിയപ്പോൾ നല്ല ബബിൾസ് പോലൊക്കെ ഇരിപ്പുണ്ട്. ആ ബബിൾസാണ് നമുക്ക് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റാക്കി തരുന്നത്. അപ്പോൾ ഇത് ഇത്രയെങ്കിലും നല്ലതായിട്ട് പുളിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അപ്പം ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ഇതേ ബാറ്റർ തന്നെ നമുക്ക് കിണ്ണത്തപ്പവും യൂസ് ചെയ്യാം. രാവിലെ അപ്പമൊക്കെ ചുട്ടിട്ട് അധികം മാവ് വരുവാണെങ്കിൽ അത് കിണ്ണത്തപ്പം ആക്കാനും ഈ ഒരു സെയിം ബാറ്റർ മതി. ഇപ്പം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോൾ ലേശം എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തവിയോളം വരുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണെങ്കിൽ എണ്ണയൊന്നും തൂക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചുറ്റിച്ചെടുക്കാം. ഇത് പിന്നെ ഞാനൊരു ട്രഡീഷണൽ വേ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ചട്ടി എടുത്തത്. അപ്പോൾ ഇതുപോലെ അപ്പം ചുറ്റിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഹോൾസ് വരും. അന്നേരം നമ്മളത് അടച്ച് വെക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അകവും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. ഈ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പച്ചട്ടിയിൽ വെച്ച് തന്നെ ഉണ്ടാക്കണമെന്നില്ല. വേണമെങ്കിൽ ദോശക്കല്ലിൽ വെച്ച് പരത്തി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ.